ആദ്യം നമുക്ക് ഒരു ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടില്ല, ഒരു ലോഗിൻ പേജിനകത്ത് ഒരു ഇൻപുട്ട് ബോക്സും പാസ്വേഡും വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു രജിസ്ട്രേഷൻ ഫോമിനകത്ത് ഇപ്പം എന്തൊക്കെ വരും, ഫസ്റ്റ് നെയിമിനൊരു ഇൻപുട്ട് ബോക്സ്, ലാസ്റ്റ് നെയിമിന്, പിന്നെ ഡേറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റ് ഓഫ് ബർത്തില്ല അത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻപുട്ട് ബോക്സ്, പിന്നെ ഇമെയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇൻപുട്ട് ബോക്സ്, പിന്നെ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഇൻപുട്ട് ബോക്സ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫോമിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേബൽ ടാഗ് ഓപ്പൺ ചെയ്യണം. ലേബൽ അതിനകത്ത് ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കാം. ഫസ്റ്റ് നെയിം. ഓക്കെ, ഇനി നമുക്ക് എന്തോ വേണ്ടേ, ഇപ്പോൾ ലേബൽ കിട്ടി, ഇനി ഇൻപുട്ട് ബോക്സ് അല്ലേ വേണ്ടത്. കണ്ട, ഫസ്റ്റ് നെയിം എന്ന് ഇതിനകത്തൊരു ഇൻപുട്ട് ബോക്സാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് ടാഗ് സെലക്ട് ചെയ്യണം. അതിനകത്ത് ടൈപ്പ് എന്തുവാണ്, ടെക്സ്റ്റാണ്. കണ്ട, ഇൻപുട്ട് ബോക്സ് വന്നത് ഇവിടെ ഈ ബോക്സിനകത്ത് കണ്ടിട്ടില്ലേ, എൻ്റർ യുവർ നെയിം എന്ന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് പ്ലേസ് ഹോൾഡർ എൻ്റർ യുവർ നെയിം. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് ഒരു ഏജ് എൻ്റർ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ലേബൽ, ഏജ്, അതിന് ഇൻപുട്ട് ബോക്സ്, ഇൻപുട്ട് ഈ ഇൻപുട്ട്. പക്ഷെ ഇതിൻ്റെ ടൈപ്പ് കണ്ടോ, നെയിമൊക്കെ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റാണ്, പക്ഷെ ഏജ് വരുമ്പോൾ ഏത് ടൈപ്പാണ്, നമ്പറല്ലേ. അപ്പോൾ അതിൻ്റെ ടൈപ്പ് നമ്പറാക്കി കൊടുക്കണം. കണ്ടോ, ഇതിനകത്ത് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, നമ്പറേ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ലേബൽ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അതിൻ്റെ ഇൻപുട്ട് ടൈപ്പ്. ഇൻപുട്ട് ടൈപ്പ് എന്തോ വരും, ഡേറ്റാണ് വരുന്നത്. സോറി, ഇവിടെ ആണ് ടാഗ് ക്ലോസ് ചെയ്യേണ്ടത്, ഇതിനകത്തായിപ്പോയി. ഉണ്ടോ, നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് നമുക്ക് ഇമെയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേബൽ, ഇമെയിൽ. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് പറഞ്ഞു കൊടുക്കാം, ടൈപ്പ് ഇമെയിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറെ ഏതുണ്ട് ഒരു ഇൻപുട്ട്, പാസ്വേഡ്. അതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ്. കണ്ടോ, ഇത് കണ്ടോ, ഇത് നിരത്തിയല്ലേ വന്നേക്കുന്നത്. അപ്പം നെയിം കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ ഏജ് വരാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൈൻ ബ്രേക്ക് ചെയ്യാം. ഇനി നമുക്ക് BR ടാഗ് യൂസ് ചെയ്യാവേ. ഇവിടെ ഒരു BR നോക്കട്ടെ, കണ്ടോ, അതിൻ്റെ താഴെ വീണ്ടും ഇവിടെ BR കൊടുക്കണം. ഇവിടെ ഒരു BR, ഓരോ ഇൻപുട്ട് കഴിയുമ്പോഴാണ് ഇവിടെ ഒരു BR. ഇവിടെ ഇരിക്കട്ടെ ഒരു BR. ഓക്കെ, അടുത്ത് നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെലക്ട് ടാഗ് ഓപ്പൺ ചെയ്യാവേ. അപ്പം +1 +2 ഡിഗ്രി
ആരെ കൊടുക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ലേബൽ കൊടുക്കാം. ലേബൽ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതിനകത്ത് നമുക്കിപ്പോൾ ആദ്യം നമുക്ക് എന്തിങ്ങനെ സെലക്ട് ബോക്സ് ആയിട്ടാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ടാഗ്. അതിനകത്ത് ഓരോ ഓപ്ഷൻസ് ആയിട്ടാണ് വേണം. അപ്പം നമുക്ക് സെലക്ട് ടാഗ് വന്നപ്പോൾ എന്തോ വന്ന് നമുക്ക് ഒരു മിനിറ്റ് കണ്ടോ ഇങ്ങനെ വന്നത്. ഇതിനകത്ത് ഓരോ ഓപ്ഷൻസിന് നമുക്ക് കൊടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ ടാഗ് ഓപ്ഷൻ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് +2, രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഡിഗ്രി കൊടുക്കാവേ, മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് PG കൊടുക്കാം. ഓക്കെ കണ്ടോ? ഓക്കെ മനസ്സിലായല്ലോ? ഇത്രയൊക്കെ അല്ലേ എല്ലാവർക്കും. നമ്മൾ നെയിം വരാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് കൊടുത്ത് അതിൻ്റെ ടൈപ്പ് ടെക്സ്റ്റ്, ഏജ് വരാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് കൊടുത്ത് അതിൻ്റെ ടൈപ്പ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് കൊടുത്ത് അതിൻ്റെ ടൈപ്പ് ഡേറ്റ്, ഇമെയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് കൊടുത്ത് അതിൻ്റെ ടൈപ്പ് ഇമെയിൽ, പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ബോക്സ് കൊടുത്ത് അതിൻ്റെ ടൈപ്പ് പാസ്വേഡ്. പിന്നെ നമുക്കിങ്ങനെ ക്വാളിഫിക്കേഷൻസ് ഈ സെലക്ട് ബോക്സ് ആയിട്ട് വരണം. ഓരോ സെലക്ട് ചെയ്യത്തില്ലേ നമ്മൾ, ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷന് നമ്മൾ ലേബലിൽ കൊടുത്തിട്ട് സെലക്ട് ടാഗ് വിളിച്ച് അതിനകത്ത് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ ഓരോ ഡേറ്റാസിനെ കൊടുത്ത്. അപ്പോൾ ആദ്യം +2നെ നമ്മൾ ഒരു ഓപ്ഷൻ ടാഗിൽ കൊടുത്ത്, അത് കഴിഞ്ഞ് ഡിഗ്രി ഒരു ഓപ്ഷൻ ടാഗിൽ കൊടുത്ത്, അത് കഴിഞ്ഞ് PG നമ്മളൊരു ഓപ്ഷൻ ടാഗിൽ കൊടുത്ത്. അടുത്ത നമുക്ക് റേഡിയോ ബട്ടൺ എങ്ങനെയാണെന്ന് നോക്കാം. റേഡിയോ ബട്ടൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പം നമുക്ക് ജെൻഡർ സെലക്ട് ചെയ്യുന്നതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമല്ലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, മെയിലോ ഫീമെയിലോ. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് റേഡിയോ ബട്ടൺ. ഓക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ഇൻപുട്ട്, അതിൻ്റെ ടൈപ്പ്, അത് ക്ലോസ് ചെയ്യട്ടെ, റേഡിയോ എന്ന് കൊടുത്ത്, എന്നിട്ട് ഞാൻ ഇവിടെ ലേബലിനകത്ത് ജെൻഡർ കൊടുക്കാവേ. ലേബല് ജെൻഡർ റൺ ചെയ്ത് നോക്കട്ടെ. കണ്ടാവുന്നത് റേഡിയോ ബട്ടന്. അപ്പം നമുക്ക് ഇത് ആരുടെയൊക്കെ വേണം, മെയിലും വേണം ഫീമെയിലും വേണം. അപ്പം നമുക്ക് ലേബലിനകത്ത് മെയിൽ പറഞ്ഞു കൊടുക്കാം. ആദ്യമേ മെയില്, പിന്നെ നമുക്കൊരു റേഡിയോ ബട്ടനും കൂടെ വേണ്ടായോ ഫീമെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റേഡിയോ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലേബല്, മെയിലിൽ നമ്മൾ പറഞ്ഞ് നമുക്ക് ഫീമെയിലിൽ. ഓക്കെ ഞാൻ ഇവിടെ ഒരു BR കൊടുക്കട്ടെ. BR ഒക്കെ അറിയാമല്ലോ, ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ കണ്ടോ ജെൻഡർ നമ്മൾ കൊടുത്ത് അതിന് റേഡിയോ ബട്ടൺ എന്തോ മെയിലും ഫീമെയിലും ഇത് രണ്ടുമാണ് സെലക്ട് ആയത്. നമുക്കെന്തോ ഏതെങ്കിലും ഒരെണ്ണമാണ് സെലക്ട് ആവേണ്ടത്. അപ്പം നമ്മളിതിനകത്ത് വേറൊരു കാര്യം കൂടെ കൊടുക്കാനുണ്ട്. ഇൻപുട്ടിനകത്ത് നെയിമും വാല്യൂവും. അപ്പോൾ ഇതിനകത്ത് നെയിം ഞാൻ ജെൻഡർ എന്ന് കൊടുത്ത്, ഇതിനും ഞാൻ നെയിം ജെൻഡർ എന്ന് കൊടുത്ത്, എന്നിട്ട് വാല്യൂവും കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. വാല്യൂ ഞാൻ ആദ്യത്തേന് ഞാൻ മെയിലല്ലേ വാല്യൂ, രണ്ടാമത്തേന് വാല്യൂ ഞാൻ ഫീമെയിൽ കൊടുത്ത്, എങ്കിൽ മാത്രമേ അത് സെലക്ട് ആവത്തുള്ളൂ. ഒരു എറർ വന്നേ, അതിവിടെ കോഡ്സ് ഞാൻ ക്ലോസ് ചെയ്തില്ലായിരുന്നതാ. ഓക്കെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാവേ. കണ്ടോ അയ്യോ എന്തൊരു കുഴപ്പം പറ്റിയല്ലോ. ജെൻഡർ നെയിമും വാല്യൂ, നെയിം സെയിമും വാല്യൂ ഡിഫറെൻറ്റും. ഇവിടെ ഒന്ന് റൺ ചെയ്യട്ടെ. ഇപ്പോൾ ഓക്കെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് അപ്പോൾ റെഡിയായേ. ഓക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവേ. ലേബൽ കൊടുത്ത്, ലേബൽ നമുക്ക് എന്തുവാ ജെൻഡർ നമുക്ക് സെലക്ട് ആവണം.
ജെൻഡർ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റേഡിയോ ബട്ടൺ. അപ്പോൾ അതിനകത്ത് ഇൻപുട്ട് ടൈപ്പ് റേഡിയോ കൊടുത്ത് അതിന് ലേബൽ മെയിലെന്ന് കൊടുത്ത് അടുത്തത് ഫീമെയിൽ വരണം, അതിന് ഇൻപുട്ട് ടൈപ്പ് റേഡിയോ കൊടുത്ത് എന്നിട്ട് ഈ നെയിമും ജെൻഡറും കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. നെയിം സെയിമും കൊടുത്ത് വാല്യൂ ഞാൻ ഡിഫറെൻറ്റും കൊടുത്ത് അപ്പോഴാണ് ഈ ബട്ടൺ നമുക്ക് വേണ്ട രീതിയിൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമല്ലേ നമുക്ക് സെലക്ട് ആവാവുള്ളൂ. ഒന്നെങ്കിൽ മെയിൽ അതല്ലെങ്കിൽ ഫീമെയിൽ. അതിന് നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് നെയിമും വാല്യൂവും. നെയിം സെയിം കൊടുക്കണം, വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പം ഇൻപുട്ട് ടൈപ്പ് റേഡിയോയ്ക്ക് നെയിം ജെൻഡറെന്നും കൊടുത്ത് അതിൻ്റെ വാല്യൂ മെയിലെന്നും കൊടുത്ത് അടുത്തത് ഫീമെയിൽ ഞാൻ ഇൻപുട്ട് ടൈപ്പ് റേഡിയോ, നെയിം ജെൻഡർ, വാല്യൂ ഞാൻ ഫീമെയിൽ കൊടുത്ത്. മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ ആദ്യം മുതൽ ഒന്നുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നെയിം വരണം. അങ്ങനെ ഫസ്റ്റ് നെയിം വരാൻ വേണ്ടിയിട്ട് ലേബലിൽ ഫസ്റ്റ് നെയിം, ഇതിൻ്റെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, ഏജ് വേണം, അതിന് ഇൻപുട്ട് ടൈപ്പ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് വേണം, അതിന് ഇൻപുട്ട് ടൈപ്പ് ഡേറ്റ്, ഇമെയിൽ വേണം, അതിന് ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ, പാസ്വേഡ് വേണം, അതിന് ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ്. നമുക്കിങ്ങനെ ഡ്രോപ്പ് ബോക്സ് പോലെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് സെലക്ട്. അതിനകത്ത് ഓരോ വാല്യൂസിനെയും നമ്മൾ കൊടുത്തത് ഓപ്ഷൻ എന്ന് പറയുന്ന ടാഗിനകത്താണ്. എന്നിട്ട് നമുക്ക് ജെൻഡർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണമല്ലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് റേഡിയോ ആണ്. റേഡിയോ ബട്ടൺ കൊടുക്കുമ്പോഴതിനകത്ത് നെയിമും വാല്യൂവും കൊടുക്കണം. നെയിം സെയിമും വാല്യൂ ഡിഫറെൻറ്റും ആയിരിക്കണം. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്തത് നമുക്കൊരു ചെക്ക് ബോക്സ് എടുക്കാം. എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ലാംഗ്വേജസുകൾ അത് ഒന്നിൽ കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ലേബലിനകത്ത് ഫേവറേറ്റ് ലാംഗ്വേജ് ഒന്ന് കൊടുക്കാവേ. ഫേവ് ലാംഗ്വേജ്. ഓക്കെ, ഫേവറേറ്റ് ലാംഗ്വേജ്. എന്നിട്ട് ഞാൻ ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് കൊടുക്കാം. കണ്ട ചെക്ക് ബോക്സ് വന്ന് നമുക്ക് ഒന്നിൽ കൂടുതൽ വേണ്ടേ. അപ്പം ഞാൻ ഒരു 2 എണ്ണം ഇട്ട് കാണിക്കാം, നിങ്ങൾ പിന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ലേബല് ആദ്യം നമുക്ക് HTML കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻപുട്ട്, അതിന് ടൈപ്പ് ചെക്ക് ബോക്സ്, അതിന് ലേബൽ കൊടുക്കണം. ലേബൽ എന്തോ വേണം? CSS കൊടുക്കാം. അടുത്തത് നമുക്ക് ഇൻപുട്ട്, അതിന് ടൈപ്പ് ചെക്ക് ബോക്സ്, ലേബൽ ജാവാസ്ക്രിപ്റ്റ് കൊടുക്കാവേ. ഓക്കെ, ഇത് കണ്ടോ, ഇത് കറക്റ്റാണ്. ഒന്നിൽ കൂടുതൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ചെക്ക് ബോക്സും. ഇതിനും നെയിമും വാല്യൂവും ഉണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ ഇത് വർക്കാവും, പക്ഷേങ്കിൽ നമുക്കത് കൊടുക്കാം. ഇതിൻ്റെ കേസിൽ നെയിം സെയിമും വാല്യൂ ഡിഫറെൻറ്റും ആയിരിക്കും. അപ്പം നെയിം സെയിം. അപ്പം ഞാൻ ഫേവ് എന്ന് കൊടുക്കാവേ. നെയിം ഫേവ്. ഇതിന് നെയിം ഞാൻ നെയിം കൊടുക്കാം. നെയിം ഫേവ്. രണ്ടാമത്തെ ടൈപ്പിന് നെയിം ഫേവ് എന്ന് കൊടുത്ത് ഇതിൻ്റെ വാല്യൂ ഞാൻ ആദ്യത്തേന് HTML, രണ്ടാമത്തേന് വാല്യൂ ഞാൻ CSS, മൂന്നാമത്തേൻ്റെ വാല്യൂ ഞാൻ ജാവാസ്ക്രിപ്റ്റ്. ജാവയെന്ന് കൊടുത്തല്ലേ ഇവിടെ ജാവാസ്ക്രിപ്റ്റ്. ഉണ്ട്, റിഫ്രഷ് ചെയ്തേ. കണ്ടോ, ഇത്രയും മനസ്സിലായല്ലോ. അടുത്തത് നമുക്കിതെല്ലാം ഒന്ന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബട്ടൺ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുക്കാം. ഓക്കെ, കണ്ടോ സബ്മിറ്റ് ചെയ്ത്. നമുക്ക് വേറെ കുറേ ഇൻപുട്ട് ടൈപ്പ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാവേ എല്ലാം.
പിന്നെ താഴെ കാണിച്ചു തരാം. ഇൻപുട്ട്, ടൈപ്പ്, കണ്ടോ? ചെക്ക് ബോക്സ്, കളർ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചു തരാവേ. കണ്ടോ കളറ് ഒരു റെഡ്, അതിൻ്റെ RGB വാല്യൂ വരുന്നുണ്ടോ? ഇങ്ങനെ കളർ എടുക്കാൻ വേണ്ടിയിട്ടൊരു ടൈപ്പുണ്ട്. അടുത്ത ഇൻപുട്ട്, അതിൻ്റെ ടൈപ്പ്, കളർ കാണിച്ച്, ഡേറ്റ് ഞാൻ കാണിച്ചല്ല, ഡേറ്റ് ഓഫ് ബർത്തിനകത്ത് ഡേറ്റും ടൈമും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഡേറ്റും ടൈമും കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഇൻപുട്ട്. അടുത്തത് ഞാൻ BR ഇട്ട് കാണിക്കാവേ. ഇൻപുട്ട് ടൈപ്പ്, ഇമെയിൽ, ഫയൽ. നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ ഫയലുകൾ അപ്ലോഡ് ചെയ്യുമെന്നും പറഞ്ഞ് കാണിക്കുന്നത്. ഒന്ന് റിഫ്രഷ് പോട്ടെ. കണ്ട ചൂസ് ഫയൽ എന്നും പറഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്, ഇൻപുട്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ കാണിച്ചു പോവാവേ. ഇൻപുട്ട് ടൈപ്പ്, ഇമേജ് അപ്ലോഡ് ചെയ്യാൻ, മന്ത്, അങ്ങനെ ഓരോന്നിനും പാസ്വേഡ്, റേഡിയോ ബട്ടൺ, റേഞ്ച്. കണ്ട റേഞ്ചിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് കണ്ട റീസെറ്റ്, സെർച്ച്, സബ്മിറ്റ്, ടെല്ല്, ടെക്സ്റ്റ്, ടൈം, URL. കണ്ട ഇങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾ ഓരോന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടൊരു സിമ്പിളൊരു രജിസ്ട്രേഷൻ ഫോമില്ലേ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരു ഫസ്റ്റ് നെയിമും ഏജും ഡേറ്റ് ഓഫ് ബർത്തും ഒരു പാസ്വേഡും ക്വാളിഫിക്കേഷനും ജെൻഡറും ഒക്കെ വരുന്നൊരു സിമ്പിളൊരു രജിസ്ട്രേഷൻ ഫോം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.